ലെറ്റ്സ് ഗോ. ഒരു സൺഡേ വ്ളോഗ്. സൺഡേ എണീക്കാൻ തന്നെ ഉച്ചയാവും. പിന്നെ ഉച്ചക്കത്തെ ചായ രാവിലത്തെ ചായയും ഉച്ചക്കത്തെ ചോറും എല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെ പുറത്ത് ബിരിയാണി കഴിക്കാൻ വന്നിട്ടാന്നുള്ളത് ഇന്ന്. ഫസ്റ്റ് തന്നെ ചിക്കൻ കോൺ സൂപ്പ് വന്ന് അതത്ര പോരാ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു സ്ലോ ഈറ്റർ ആയതുകൊണ്ട് ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുമ്പോൾ അടുത്ത സാധനമായിട്ട് നാരായണൻ വന്ന് ചിക്കൻ നൂഡിൽസ് ഉണ്ട്, ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ ബിരിയാണി ഉണ്ട്. ഇപ്പുറത്ത് ആദ്യമേ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ഐറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരാൾ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൂപ്പ് കുടിച്ച് തീർന്നില്ല. മംഗലത്തിൻ്റെ ബിരിയാണിയെല്ലാം നിന്നിട്ട് അതെല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള നമുക്ക് ഇവിടുത്തെ ബാംഗ്ലൂരിലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ അതൊരു ഏവറേജ് ആയിട്ടേ നമുക്ക് തോന്നും. അങ്ങനെ ഒരു ഏവറേജ് ബിരിയാണിയാണോ. പിന്നെ ചിക്കൻ നൂഡിൽസ് ട്രൈ ചെയ്തു, അത് അത്ര പോരാ. കീർത്തിയും കൂടി ഉണ്ട്. കീർത്തിക്ക് തണുപ്പ് പിടിച്ചിട്ട് അത്ര ആക്റ്റീവ് അല്ല കീർത്തി എന്ന്. അങ്ങനെ നമ്മൾ തിന്നു കഴിഞ്ഞ് കൈയെല്ലാം കഴുകി ചിറാപ്പുഞ്ചി മഴയത്ത് പാട്ടും പാടിയിട്ട് നമ്മൾ തിരിച്ചു പോക്കാണ്. അന്നേരം അന്ന് മുടി മുറിക്കേണ്ട കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ മുടി മുറിക്കാൻ പോയി. ആഴ്ചയൊക്കെ എനിക്ക് സൈഡ് മുറിച്ചിട്ടില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടാവില്ല. എല്ലാ ആഴ്ചയും ഞാൻ തന്നെ ചെയ്യും. പിന്നെ മാസത്തിലൊരിക്കൽ പീടികയിൽ പോയിട്ട് ചെയ്യും. അതാണ് എൻ്റെ പരിപാടി. അങ്ങനെ മുടിയെല്ലാം മുറിച്ച് ചങ്ങായിൻ്റെ വീഡിയോയിൽ എടുത്തിട്ട് യൂട്യൂബിൽ അവർ ചങ്ങായിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ എന്നെല്ലാം പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് പിന്നെ ഒരു സ്ട്രെസ്സെല്ലാം കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെഡ് മസാജും കൂടി ചെയ്ത് പിന്നെ ചങ്ങായിൻ്റെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ഒന്നുമല്ല, പക്ഷേ ചങ്ങായിൻ്റെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ ഫേസ് ക്ലീൻ ചെയ്തോ. പിന്നെ ചങ്ങായി ഡീറ്റാൻ ചെയ്യാം അങ്ങനെ എന്തെല്ലോ പറഞ്ഞിനി. പക്ഷെ അതൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ ജസ്റ്റ് നോർമൽ ക്ലീനിങ് മാത്രം ചെയ്ത് അങ്ങനെ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്.